ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ലോഡഡ് ഫ്രൈസ് റെസിപ്പി പരിചയപ്പെട്ടാലോ? അതിനു വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. അരമണിക്കൂറിന് ശേഷം ഇത് ബ്രോസ്റ്റ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും സോയാ സോസ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇത് ഒരു മൊരിച്ചിൽ കിട്ടാൻ വേണ്ടി നമുക്കിത് ഡബിൾ കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ, കോൺ പൗഡർ, ബ്രോസ്റ്റ് പൊടി, കശ്മീരി മുളക് പൊടി, സാൾട്ട് എന്നിവ കൂടി നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ ഓരോ കഷ്ണങ്ങളായി ഇതിലിട്ട് കോട്ട് ചെയ്ത് മാറ്റി വെക്കുക. ആവശ്യമാണെങ്കിൽ ഇതൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതുവരെ അപ്പോൾ തന്നെ കോട്ട് ചെയ്ത ഉടനെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഞാനിവിടെ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം തന്നെ പൊരിച്ച് മാറ്റി വെച്ചിരുന്നു. ഞാനിവിടെ വീട്ടിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ എണ്ണയിലാണ് ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അതാണ് എൻ്റെ ഓയിൽ ഒരു യെല്ലോ കളറായിട്ട് വന്നത്. ഈ ചിക്കൻ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അത് കോരി മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വൈറ്റ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഒഴിക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുക. മൈദ നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുക. പാല് നന്നായി ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ മാറി നല്ല ക്രീം പരുവത്തിലായി വരുമ്പോൾ അതിലേക്ക് അല്പം കോൺഫ്ലെക്സും പിന്നെ 2 സ്ലൈസ് ചീസ് കൂടി ചേർത്ത് വീണ്ടും ഇളക്കുക. ഇത് ആവശ്യമെങ്കിൽ നമുക്ക് ഈ സമയം ഇതിലേക്ക് പാല് ചേർക്കാം. ചീസൊക്കെ നല്ല മെൽറ്റായി വരുമ്പോൾ എനിക്ക് ഇതിലേക്ക് അല്പം പാല് കൂടി ആവശ്യമായി വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ വീണ്ടും പാലൊഴിച്ചത് ക്രീം പരുവത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ടൊമാറ്റോ സോസും മയോണൈസും കൂടി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് ക്രീം കൂടി ചേർത്ത് പിന്നെ മേലെ ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയതിൽ വൈറ്റ് ക്രീം അല്പം കൂടുതലായതുകൊണ്ട് ഞാനത് ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഒരു നല്ല ഭംഗിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മയോണൈസും ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.